ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്. ബേസിക്കലി 4 ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് ടെസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, തേർഡ് വൺ സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് ഫോർത്ത് വൺ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇതിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞാലേ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തത്തുള്ളൂ, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് കഴിഞ്ഞാലേ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ, സിസ്റ്റം ടെസ്റ്റിംഗ് കഴിഞ്ഞാലേ യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് നടത്തത്തുള്ളൂ. ആ ഒരു ഓർഡറിൽ ഇത് പോകത്തുള്ളൂ. ഇതാണ് 4 ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ 4 ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് മനസ്സിലാക്കാനായിട്ട് വേണ്ടി മാത്രം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുവാണ്, ലോഗിൻ പേജിൻ്റെ. അപ്പോൾ നമ്മൾ ലോഗിൻ പേജ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാണും? യൂസർ നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാകും, ലോഗിൻ ബട്ടൺ ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഡെവലപ്പേഴ്സ് ഇത് ഡെവലപ്പ് ചെയ്യുമ്പം, അതായത് കോഡ് എഴുതുമ്പം ഒരു മൊത്തം ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ പല പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ മോഡ്യൂളിനെയും ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ മോഡ്യൂളിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റിനെയോ കമ്പോണൻറ്റിനെയോ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ലോഗിൻ പേജിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെ യൂസർ നെയിം എഴുതാനുള്ളൊരു ഫീൽഡ് ഉണ്ടാകും. അതിനെ നമ്മളൊരു മോഡ്യൂളായിട്ട് സങ്കല്പിക്കാം. അതേപോലെ തന്നെ പാസ്വേഡ് എഴുതാനുള്ള ഫീൽഡിനെ മറ്റൊരു മോഡ്യൂളായിട്ട് സങ്കല്പിക്കാം. പിന്നെ ലോഗിൻ മോഡ്യൂളിനെ വേറെ യൂണിറ്റായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ ഡെവലപ്പേഴ്സ് ഈ യൂസർ നെയിമിൻ്റെ ഫീൽഡ് അതിൻ്റെ കോഡ് എഴുതിയതിന് ശേഷം അത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അതായത് യൂസർ നെയിമിനകത്ത് നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ മാക്സിമം 20 ക്യാരക്ടേഴ്സാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂവെങ്കിൽ അതിൽ കൂടുതൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്യാപിറ്റൽ ലെറ്റേഴ്സോ സ്മോൾ ലെറ്റേഴ്സോ അതെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പല പല കാര്യങ്ങളിൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഒരു യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു മോഡ്യൂളിനെ മാത്രമാണ് അന്നേരം ഡെവലപ്പേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതേപോലെ തന്നെ പാസ്വേഡ് ഫീൽഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് തന്നെയാണ്, ഡെവലപ്പേഴ്സ് സൈറ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഡിവിജ്വൽ മോഡൽസ് ഓഫ് സോഴ്സ് കോഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ മൊത്തം കോഡ്, അതിലെ ഓരോരോ മോഡ്യൂളായിട്ട് ഇൻഡിവിജ്വൽ മോഡ്യൂൾസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ മോഡ്യൂൾ അതിനെ കമ്പൈൻ ചെയ്തു എന്നിട്ട് ആ മോഡ്യൂൾസ് അല്ലെങ്കിൽ ആ യൂണിറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡ് ഫീൽഡും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇത് രണ്ടും കൂടി ചേർക്കുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഡെവലപ്പേഴ്സ് എന്താ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞു, യൂസർ നെയിം അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റർ ഞെക്കുമ്പോഴത്തേക്കിന് ഇത് പാസ്വേഡ് ഫീൽഡിലേക്ക് പോകുന്നുണ്ടോ, കേഴ്സർ പാസ്വേഡ് ഫീൽഡിലേക്ക് പോകുന്നുണ്ടോ, നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര പറഞ്ഞ അത്ര ക്യാരക്ടേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഇൻ്റഗ്രേഷൻ മോഡ്യൂളിൽ ഒന്നിൽ കൂടുതൽ മോഡ്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ മോഡ്യൂൾസും ഇൻഡിവിജ്വൽ മോഡ്യൂൾസും യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ ചെയ്ത് നോക്കിയതാണ്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഡെവലപ്പേഴ്സ് തന്നെയാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും നടത്തുന്നത്. അടുത്ത ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. സിസ്റ്റം ടെസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് എല്ലാ മോഡ്യൂൾസും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിനെ മൊത്തത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവാലുവേറ്റിംഗ് എ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു എൻഷുർ ദാറ്റ് ദ സിസ്റ്റം മീറ്റ്സ് യൂസർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എൻഡ് ടു എൻഡ് സിനാരിയോ ടെസ്റ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാ ഇൻപുട്സും കൊടുത്തു നോക്കും, കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് കാർട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലോഗിൻ പേജ്, ആഡ് ടു കാർട്ട്, ബൈ നോ ഓപ്ഷൻസ്, ട്രാൻസാക്ഷൻ പ്രോസസ്സ്, ഇതൊക്കെ ഓരോരോ ഇൻഡിവിജ്വൽ മോഡൽസ് ആണ്. ഇതെല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മൊത്തം ആപ്ലിക്കേഷൻ ഡെവലപ്പായി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഹോൾ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ റിക്വയർമെൻറ്റ്സും ആദ്യമേ തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല, ചിലപ്പോൾ പാർട്ട് ഓഫ് ദ സിസ്റ്റം മാത്രമായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ബട്ടണും ഒരുമിച്ചാണ് നമ്മളങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ യൂസർ നെയിം കൊടുത്തു, അതിനുശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ പാസ്വേഡിൻ്റെ അവിടെ കഴ്സർ വരണം, നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഹോം പേജിലേക്ക് പോകണം. അപ്പം ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും ആവശ്യമില്ല. ഇത് മെയിൻലി ടെസ്റ്റേഴ്സാണ് സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റേഴ്സ് മെയിൻലി ഇൻവോൾവ് ആവുന്ന സിസ്റ്റം ടെസ്റ്റിങ്ങിലാണ്. പിന്നെ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും ടെസ്റ്റേഴ്സ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ചെയ്യാറുണ്ട്. അതായത് എല്ലാ ടാർഗറ്റ് സിസ്റ്റത്തിലും നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെസ്ക്ടോപ്പിലാണോ ഇത് യൂസ് ചെയ്യുന്നത്, മൊബൈൽ ഫോണിലാണോ യൂസ് ചെയ്യുന്നത്, ഇനി ഇപ്പം ബ്രൗസേഴ്സ് ഏതൊക്കെ ബ്രൗസേഴ്സിലാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പറഞ്ഞ എല്ലാത്തിലും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ സിസ്റ്റം ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് മെയിൻലി യൂസേഴ്സും ടെസ്റ്റേഴ്സും കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മളത് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അത് യൂസേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, മൊത്തം റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റിംഗ് ആണ് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഇതിനകത്തും പ്രോഗ്രാമിംഗ് നോളജൊന്നും ആവശ്യമില്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഇത് നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ ഏത് രീതിയിലുള്ള എൻവയൺമെൻറ്റിലാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അതേ എക്സാക്റ്റ് എൻവയൺമെൻറ്റിൽ തന്നെയായിരിക്കും നമ്മളിതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ 2 ടൈപ്പ് ഓഫ് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഉണ്ട്. അതിലൊന്ന് ആൽഫ ടെസ്റ്റിങ്ങും ഒന്ന് ബീറ്റ ടെസ്റ്റിങ്ങുമാണ്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും നമ്മുടെ റിയൽ യൂസേഴ്സിന് ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും കൂടി ഇതിനെ ഈ ഒരു സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് ആൽഫ ടെസ്റ്റിംഗ്. അതേസമയം ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. അവരിത് ഉപയോഗിച്ച് നോക്കും. എന്നിട്ട് അതിനെന്തെങ്കിലും ബഗ്സ് ഉണ്ടോ, എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, അവർക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്തി ബഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും എല്ലാവരിലേക്കും ഇത് റിലീസ് ചെയ്യുന്നത്. മൊത്തം ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇത് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ബീറ്റ ടെസ്റ്റിങ്ങിന് ശേഷമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 4 ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ്: യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഈ 4 ലെവൽസ് ഓഫ് ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും ബഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റിലീസ് വരുന്നത്.